Hi students, this is our binomial theorem രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ binomial theorem എന്താണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് തവണയൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാണ് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഫോക്കസ് ഏരിയ വന്നതിന് ശേഷം ഒരു എക്സസൈസ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് 9n+1 മൈനസ് 8n മൈനസ് 9 ഇസ് ഡിവിസിബിൾ ബൈ 64 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ബൈനോമിയൽ തിയറം എപ്പോഴും നമുക്കറിയാം. ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ബൈനോമിയൽ തിയറത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ a+b is equal to nc0 a⁻n പ്ലസ് nc1 a⁻n-1. എയുടെ പവർ കുറഞ്ഞു പറഞ്ഞു, ഫസ്റ്റ് ടേമിന്റെ പവർ കുറഞ്ഞു പറഞ്ഞു വരും, സെക്കൻഡ് ടേമിന്റെ പവർ ആദ്യം ഉണ്ടാവില്ല, പിന്നെ എന്ത് ചെയ്യാണ്, കൂടിക്കൂടി വരും. nc2 a⁻n-2 b square plus nc3 a⁻n-3 b⁻³ plus etc plus ncn b⁻n എന്നാണ് വരിക. ഇതാണ് ബൈനോമിയൽ തിയറം വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ടൈപ്പിൽ വരുന്ന എക്സ്പ്രഷൻ ഒക്കെ ഡിവിസിബിൾ ബൈ 64 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇതൊരു ആൾജിബ്രായിക് എക്സ്പ്രഷനാണ്. കുറേ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ എക്സ്പ്രഷൻ ആണിത്. ഇതിന് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 9². n-ന് 1 കൊടുക്കുമ്പോൾ 1+1 9² മൈനസ് 8 മൈനസ് 9 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 9² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ആണ്. 81 നമ്മൾ മൈനസ് ചെയ്യുന്നത് ഇവിടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ് നമ്പർ. ഓക്കെ, അപ്പൊ 81 നമ്മൾ 17 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 81 നമ്മൾ 17 മൈനസ് ചെയ്യുന്ന സമയത്ത് 81 മൈനസ് 17 വരും. അപ്പൊ ഇവിടെ 11 ഉണ്ടാവുക. 11 7 പോയാൽ 4 വരും. ഇവിടെ 64 വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 2 കൊടുക്കുമ്പോഴുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9⁻³ വരും. മൈനസ് 8 × 2 മൈനസ് 9. അപ്പോൾ അതെന്ത് ചെയ്യുക? 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് വരിക. ഇത് എന്ത് ചെയ്യാണ്? 64 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ചെയ്തു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് n=1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതാണ് കിട്ടുക. n=1 കൊടുക്കുന്ന സമയത്ത് 64 ആണ്. 64നെ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ 8 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് പറയും? 8 is divisible by 2 എന്ന് പറയും. ഓക്കെ, അതുപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 is divisible by 4 എന്ന് പറയും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 വരും, റിമൈൻഡർ 0. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: 8 is equal to 2 × 4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഡിവിസിബിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ 16 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 × a quotient. അതായത് 16 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് quotient 4, അപ്പോൾ 16, റിമൈൻഡർ എപ്പോഴും എന്താണ്? 0 ആണ്. ഈ രണ്ട് നമ്പറും ഇത് quotient എന്നാണ് പറയുക, q ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? അവിടെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്? ഈസ് ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 9n+1 മൈനസ് 8n മൈനസ് 9 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് 64 × k എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പർ ആവും. ഓക്കെ, 64 × k എന്ന് പറയുന്ന മോഡൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഇസ് ഡിവിസിബിൾ ബൈ 64 ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷന് 64 × k എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ചെയ്യുന്നത് ഇതിൽ n-ന് 1 കൊടുക്കുമ്പോൾ n-ന് 2 കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ 64 ആണെന്ന് കിട്ടി. 2 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. എന്ത് ചെയ്യാണ്? 3 കൊടുക്കുമ്പോൾ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. 4 കൊടുക്കുമ്പോൾ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അങ്ങനെ എല്ലാ n-കൾ കൊടുക്കുമ്പോഴും എന്താണ്? 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഇവിടെ ഒരു കാര്യം കൂടി n is a പോസിറ്റീവ് ഇന്റീജർ എന്ന് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്?
64 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം, 64 into k എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തുടങ്ങാനുള്ള ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പവർ ആയിട്ട് വന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് നമ്പറിന്റെ പവർ ആണോ വന്നിരിക്കുന്നത് അതിന് നമ്മൾ എന്താക്കിയിട്ട് എഴുതാം, 1 ഇപ്പൊ 9 raised to n plus 1 എന്നാണ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതുന്നു 1 plus 8, 1 പ്ലസ് ആ ബാക്കി വരുന്ന നമ്പർ കൂടി എഴുതിയിട്ട് എന്ത് ചെയ്യുക, n plus 1 എന്ന് പവർ എഴുതുക. അപ്പൊ ഇതെന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, a ആണ്, ഇതെന്താണ് b ആണ്. അപ്പൊ ബൈനോമിയൽ തിയറം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതുക, ഇവിടെ പവർ എന്താണോ വന്നത് അത് c 0 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, n plus 1 c 0. ഓക്കെ, പിന്നെ 1 ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, 1 raised to n, 1 raised to n minus 1 അങ്ങനെ വരിക. അപ്പൊ 1 വരുമ്പോൾ ഇവിടെ 1 നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അങ്ങനെ തന്നെ വരും. പിന്നെ എന്ത് വരും, രണ്ടാമത്തെ വരുന്ന സമയത്ത് n plus 1 c 1 b എന്ന് പറയുന്നത് ആരാ, 8 ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ b എന്ന് പറയുന്നത് 8 ആയിട്ട്. ഇത് പിന്നെ എന്ത് ചെയ്യും, രണ്ടാമത്തെ പവർ ഇങ്ങനെ കൂടി വരിക. 1 ആണ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ പവർ കുറഞ്ഞു വരണം, രണ്ടാമത്തെ പവർ ആദ്യം 0 ആയിരിക്കും, പിന്നെ കൂടി വരിക. പക്ഷെ 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നാമത്തേത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം 1ന്റെ എല്ലാ പവേഴ്സും തന്നെയാണ് 1 തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയുണ്ടാവുക, ആദ്യത്തേല് രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല, രണ്ടാമത്തേന് എന്തുണ്ടാവും, രണ്ടാമത്തെ ടേം വരും, അടുത്ത ടേമിൽ എന്ത് വരും, രണ്ടാമത്തതിന്റെ സ്ക്വയർ വരും, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, n plus 1 c 2 8 സ്ക്വയർ പ്ലസ് n plus 1 c 3 8 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും, n plus 1 c n plus 1 8 raised to n plus 1 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇസ് ഈക്വൽ ടു n plus 1 c 0. അതായത് ഏത് നമ്പർ വന്നിട്ടും 0 ആണ് ഇവിടെ വരുന്നതെങ്കിൽ, കോമ്പിനേഷനിൽ 0 ആണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് ഇനി ഏത് നമ്പർ വന്നിട്ട് എൻ സി, അതായത് ഇങ്ങനെയാണ് റിസൾട്ട്, എൻ സി 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുകൂടെ എന്ത് വന്നാലും ഏത് നമ്പർ n plus 1 വന്നാലും 1 ആയിരിക്കും. ഇനി അതുപോലെ എൻ സി 1 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്, n ആണ്. കൂടെ എന്താണ് വരുന്നത് അതാണ് വരിക. കൂടെ n plus 1 c 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ത് വരും, n plus 1 into 8 എന്ന് വരും. പ്ലസ് ഇവിടെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നില്ല, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ആൻസറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, 64 വരണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടേം, അപ്പോൾ നമ്മൾ ഏകദേശം ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ 8 തന്നെ വരും, ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ 8 തന്നെ വരും, ഇവിടെ ഒരു 8 വരും, അപ്പോൾ 9 ആയി. അത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആര് മാത്രമേ ഉള്ളൂ, 9 raised to n plus 1 മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത്രയും സാധനങ്ങൾ വേണം, അപ്പോൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാരൊക്കെ അപ്പുറം ആയി. പിന്നെ ബാക്കി എന്താ വേണ്ടത്, 64 into k എന്ന് വേണ്ടതുകൊണ്ട് ഈ ബാക്കി വരുന്ന ഈ ടേം 64 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 64 എടുക്കാം, ഫസ്റ്റ് ടേമിൽ 8 സ്ക്വയർ ഉള്ളത്, അടുത്ത 8 ക്യൂബ് ഉള്ളത്, 8 സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഒരു 64 ആണ്, ഇവിടുന്ന് 8 സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 8 സ്ക്വയർ ഫസ്റ്റ് ടേം എന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് വരും, n plus 1 c 2 എന്ന് വരും, അവിടെ ആരും ഉണ്ടാവില്ല. അടുത്തത് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, പ്ലസ് n plus 1 c 3 8 എന്ന് വരും, ഇൻറ്റു 8 പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും, n plus 1 c n plus 1 എന്ത് വരും, ഇവിടെ വരുന്നത് 8 raised to n plus 1 ആണ്. ഈ 8 raised to n plus 1 എന്ന് പറയുന്ന നമ്പറിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, 8 raised to n minus 1 into 8 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കാരണം ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പവർ ആഡ് ചെയ്യാണ് ചെയ്യുക. ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പവർ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും, n minus 1 plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, n plus 1. അപ്പോൾ 8 raised to n plus 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 8 raised to n minus 1 into 8 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിനകത്ത് 8 സ്ക്വയർ പോയാൽ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, 8 raised to n minus 1 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, 1 plus 8 plus 8 എന്ന് വരും. പ്ലസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 64 എന്ന് എഴുതാം. ഇനി ഈ ബാക്കി വന്ന ഈ സാധനം എന്താണ്, പോസിറ്റീവ് നമ്പർ ആയിരിക്കും, കാരണം കോമ്പിനേഷന്റെ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്. പിന്നെ അതുപോലെ എന്ത് വരും, ഇവിടെ 8 അങ്ങനെയാണ് ഓരോന്നിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആഡ് ചെയ്താൽ എന്താണ്, പോസിറ്റീവ് നമ്പർ. ആ പോസിറ്റീവ് നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം, k എന്ന് പറഞ്ഞൊരു നമ്പർ എന്ന് വിളിക്കാം. നമുക്ക് എന്തേ കിട്ടുള്ളൂ, 64 into k എന്ന്, അല്ലെങ്കിൽ 64 into ഈ നമ്പർ എന്നേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ് എന്താണ്, 9 raised to n plus 1 ആണ്. ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 9 raised to n plus 1. അതിൽ എന്ത് വരും, സാധനങ്ങളൊക്കെ ഇതിപ്പോൾ രണ്ടും ആഡ് ചെയ്താൽ ഞാൻ ഇവിടെ 8 തന്നെ ഇവിടെ പ്ലസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സൈഡിലേക്ക് എടുത്താൽ എന്ത് വരും, -8 തന്നെ വരും. ഇവിടെ 1ഉം 8ഉം ഉണ്ട്, അത് രണ്ടും കൂടിയിട്ട് 9 ആവും. അത് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, -9 ആവും. ഓക്കെ, പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്താണ്, 64 into k ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു സാധനത്തിന് എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്, 64 into k എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ, ഇതിനെ 64 ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതിനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നുണ്ട്, കറക്റ്റ് ഒരു നമ്പർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ 64 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് ചെയ്തും ഇത്ര വരെ എഴുതിയിട്ട് പോകരുത്, നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഷോസ് ദാറ്റ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രമേ നമുക്ക്
എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എത്ര അറിവുണ്ടോ എന്നല്ല എക്സാം നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ 3 മണിക്കൂറേക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിന് എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്ന എക്സാം നോക്കുക. എപ്പോഴും നമ്മൾ ആൻസർ കൂടി എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇത്ര എഴുതിയിട്ട് നിർത്തിയിട്ട് പോകരുത്. അപ്പോൾ നോക്കുന്ന ഒരാൾക്ക് നമ്മളെ കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാവണമെങ്കിൽ ആ എന്താണ് ആ കാര്യം എന്നുള്ളത് എഴുതുക. കാണാതെ പഠിക്കൊന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി, ഈ സാധനം എന്താ ഷോ ചെയ്യുന്നതെന്ന് മാത്രമേ. ദിസ് ഷോസ് ദാറ്റ്, ഇത് ഷോ ചെയ്യുന്നത് എന്താണ്, നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, ദിസ് വൺ ഈസ് ഡിവിസിബിൾ ബൈ ഇതാണ്. അപ്പോൾ എന്താണ് 9 raised to n plus 1 minus 8n minus 9 is divisible by എന്താണ് divisible by 64 എന്ന് കേട്ടോ. ആൻസർ കഴിഞ്ഞു. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. കാരണം ബൈനോമിയലിൽ കൂടുതലും മിഡിൽ ടേമിന്റെ ഭാഗത്തുനിന്നും ആദ്യ ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അപ്പോൾ ഡിലീറ്റഡ് പോർഷനിൽ മിഡിൽ ടേമും ജനറൽ ടേമും അങ്ങ് പോയതുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഇവിടത്തേക്ക് വരാം. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും എന്താണ് ഉള്ള കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള ടൈപ്പും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ചാപ്റ്ററിന്റെ പകുതി ഭാഗം ഇവിടത്തേക്ക് പോയിട്ടുണ്ട്, ഡിലീറ്റഡ് പോർഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ 6 മാർക്ക് നമുക്ക് ഏകദേശം 6 മാർക്കോളമുള്ള ആ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ ഈ സെക്ഷൻ എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു എക്സസൈസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 6 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടൈപ്പാണ്. ഇത് നമ്മൾ അറിയണം. ഡിലീറ്റഡ് പോർഷൻ വരുന്നതുകൊണ്ട് ജനറൽ ടേമും മിഡിൽ ടേമും ഡിലീറ്റഡ് പോർഷനിലേക്ക് പോയതുകൊണ്ട് അവിടെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയെങ്കിൽ ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യൻസ് ഉള്ളത് എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യനും അതുപോലെ എന്താണ് വർക്കൗട്ട് ചെയ്തെടുക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കൗട്ട് ചെയ്തെടുക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ് 1.01 the whole raised to 10 lakh ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ചോദിച്ചിട്ട് ഓർ 10,000 ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഒരേപോലെയാണ് ചെയ്യുക. അപ്പോൾ എഴുതുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിൽ ഏത് നമ്പർ ആണ് ഗ്രേറ്റർ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഗ്രേറ്റർ എന്ന് വെച്ചാൽ ഇത് നമുക്ക് 1000 ആണെന്ന് അറിയാം, പക്ഷേ ഇതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഗ്രേറ്റർ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനോമിയൽ തിയറത്തിന്റെ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ്. ബൈനോമിയൽ തിയറം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, a plus b the whole raised to n എന്ന് പറഞ്ഞാൽ nc0 എന്ന് വരും, a raised to n വരും, പിന്നെ എന്താണ് nc1 a raised to n minus 1 b വരും, പ്ലസ് nc2 a raised to n minus 2 b square plus etc plus ncn b raised to n ആണ് ഫോർമുല. ഇവിടെ നമ്മൾക്ക് കാണേണ്ടത് 1.1 the whole raised to 10,000 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1 plus 0.1 എന്ന് എഴുതാം. 1 plus 0.1 എന്ന് പറഞ്ഞാൽ 1.1 ആണ്. ഓക്കെ, ദ ഹോൾ റേസ് ടു അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഹോൾ റേസ് ടു എന്താണ് 10,000 എന്ന് നമ്മൾ എഴുതി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈനോമിയൽ തിയറം നമ്മൾ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആള് 1 ആണെങ്കിൽ, ഫസ്റ്റ് ടേം 1 ആണെങ്കിൽ എപ്പോഴും എന്താണ് ഈ പവറുകൾ എന്ത് വരും, 1 തന്നെ ആയിരിക്കും. അപ്പൊ എന്ത് മാത്രമേ ഉണ്ടാവും ബൈനോമിയൽ തിയറം എഴുതുന്ന സമയത്ത് nc0 nc1 രണ്ടാമത്തത്, പിന്നെ nc2 എന്താണ് രണ്ടാമത്തെ സ്കോർ, അങ്ങനെ മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000 c0 അതിൽ a raised to n എന്നാണ് എഴുതേണ്ടത്, 1 raised to 10,000 എന്നാണ്, അത് എഴുതാനുണ്ടാവില്ല. പ്ലസ് എന്ത് വരും nc1 എന്ന് പറഞ്ഞാൽ 10,000 c1 എന്ത് വരും 0.1 വരും, പിന്നെ പ്ലസ് 10,000 c2 into 0.1 സ്ക്വയർ വരും, പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് പോകും. ലാസ്റ്റ് ടേം ഉണ്ടാവും എന്താണ് 10,000 എന്ത് വരും 0.1 raised to 10,000 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ എഴുതിയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഏത് നമ്പർ വന്നിട്ട് 0 വന്നു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഇനി ഏത് നമ്പർ വന്നിട്ടും c1 വന്നു കഴിഞ്ഞാൽ അതേ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരും 10,000 എന്ന്. ഓക്കെ, 10,000 കിട്ടി. ഇനി നിങ്ങൾ നോക്കുക 10,000 ഇൻറ്റു എന്താണ് 0.1 എന്ന്. ഓക്കെ, ഇനി എന്താണ് പ്ലസ്. ഇവിടെ അങ്ങോട്ട് കാണൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്കറിയാം ഇവിടെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്പറാണ് വരും, ഒരു പോസിറ്റീവ് നമ്പറാണ് വരും. ഓക്കെ, ഇവിടെ അങ്ങോട്ടുള്ള ഈ വാല്യൂസ് കംപ്ലീറ്റ് എന്താണ് ഈസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതെന്താണ് പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, അവിടെ അങ്ങോട്ട് എന്താണ് ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് മാത്രം എഴുതിയാൽ മതി, പോസിറ്റീവ് നമ്പർ. ഓക്കെ, ഇനി നോക്കാം, കാരണം നമുക്ക് ഇവിടെ തന്നെ ഏകദേശം 1000 കൂടുതലുള്ള ഒരു നമ്പർ കിട്ടി. അപ്പൊ ഇവിടെ എന്ത് വരും 1 എന്ന് വരും, പ്ലസ് എന്താണ് 10,000 ഇൻറ്റു ഇവിടെ എന്താണ് 1/10 എന്ന് എഴുതാം. 0.1 നമുക്ക് 1/10 എന്ന് എഴുതാം, പ്ലസ് എന്താണ് ഒരു പോസിറ്റീവ് നമ്പർ ആണ്, പോസിറ്റീവ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, ഇവിടെ ഒരു 0 എത്തിക്കാൻ ഇത് 1000 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരും 1001.
ഓക്കെ സോറി 10,001 എന്ത് വരും 1001. ഇവിടെ നമുക്ക് 1000-നേക്കാൾ കൂടുതലാണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ 1001 കിട്ടി. എന്താണ് പ്ലസ് പോസിറ്റീവ് നമ്പർ എന്ന് വരും. പോസിറ്റീവ് നമ്പർ. അപ്പോൾ എന്ത് ചെയ്യാണ് ഇത് 1000-നേക്കാൾ വേറൊരു നമ്പറും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 1000-നേക്കാൾ എന്തായാലും കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ 1001 പിന്നെ അതിൻ്റെ കൂടെ വേറെ നമ്പറും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് 1000-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1.1 the whole raised to 10,000 എന്ന് പറയുന്നത് is greater than എന്താണ് 1000 എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും. ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ചാപ്റ്റർ ഡിലീറ്റഡ് പോർഷൻ വന്നതിന് ശേഷം വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അപ്പോൾ 4 to 6 വരെയുള്ള മാർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.